ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ പഠിപ്പിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഒരു റിവിഷൻ ബേസ്ഡ് ക്ലാസ് ആയിട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വർക്ക്ഔട്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിച്ച് അങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമറിൽ LDC മെയിൻസിന്റെയും ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയും സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെന്റൻസസ്. അപ്പൊ ടൈപ്സ് ഓഫ് സെന്റൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാധാരണയായിട്ട് പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 2 ക്ലാസ് ആയിട്ടാണ് ഞാനിവിടെ ടൈപ്സ് ഓഫ് സെന്റൻസസ് എടുക്കുന്നത്. 2 ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് സെന്റൻസസ്? സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ വാക്യം എന്ന് പറയൂ അല്ലെ. എന്താണ് സെന്റൻസ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ മീനിങ്ഫുൾ ഓർഡർ അല്ലെ. ഒരു മീനിങ്ഫുൾ ഓർഡറിലുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ മീനിങ്ഫുൾ ഓർഡർ. ഓക്കെ, അതിനെയാണ് നമ്മൾ വാക്യം അഥവാ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസിന്റെ ആദ്യ ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ക്ലോസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ 2 ക്ലാസ്സോട് കൂടി സെന്റൻസിൽ നിന്നും എങ്ങനെ ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. ഈ പേരുകളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൂളായിട്ട് മാർക്സ് കിട്ടുന്ന ഭാഗമാണ്. 4 ടൈപ്പ് സെന്റൻസസ് ഉണ്ട്. ഒന്നാമത്തേത് ഏതാണ്? അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസസ്. ആദ്യം ഇതിന്റെ പേരുകൾ ഒന്ന് പഠിക്കൂ. ഒന്നാമത്തെ ടൈപ്പ് അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസസ് ആണ്. രണ്ടാമത്തെ ടൈപ്പോ ഇംപെരേറ്റീവ് സെന്റൻസസ്. രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? ഇംപെരേറ്റീവ് സെന്റൻസസ്. മൂന്നാമത്തെ ടൈപ്പോ ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ആദ്യത്തേത് അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ്, രണ്ടാമത്തേത് ഇംപെരേറ്റീവ്, മൂന്നാമത്തേത് ഇന്ററോഗേറ്റീവ്, നാലാമത്തേത് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. എക്സ്ക്ലമേറ്ററി എല്ലാവർക്കും അത്യാവശ്യം നല്ലോണം അറിയുണ്ടാവും അല്ലെ. അപ്പോൾ ആ 4 ടൈപ്പ് സെന്റൻസസ് ഏതൊക്കെയാണ്? ഡിക്ലറേറ്റീവ് അഥവാ അസർട്ടീവ്, ഇംപെരേറ്റീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. അപ്പൊ ഈ 4 ടൈപ്പ് സെന്റൻസസ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത് അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പ്രസ്താവനകൾ. ഹി ഈസ് എ ഗുഡ് ബോയ്, അവൻ നല്ലൊരു കുട്ടിയാണ്. അതൊരു പ്രസ്താവനയല്ലേ? ഓക്കെ. ഇറ്റ് ഈസ് എ ലവ്ലി പ്ലേസ്, അത് ഒരു പ്രസ്താവനയാണ്. ഇറ്റ് ഈസ് എ ലവ്ലി പ്ലേസ് എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെയാണ് ഡിക്ലറേറ്റീവ് അഥവാ അസർട്ടീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിക്ലറേറ്റീവ് അഥവാ അസർട്ടീവ് സെന്റൻസസ് എന്ന് പറയുന്നത് പ്രസ്താവനകളാണ്. ഇറ്റ്സ് എ ലവ്ലി സീൻ, അല്ലെങ്കിൽ ഹി ഈസ് എ നൈസ് ബോയ്, ഹി സിംഗ്സ് വെൽ, ഷീ സിംഗ്സ് വെൽ തുടങ്ങിയ സെന്റൻസുകൾ, അത്തരത്തിലുള്ള പ്രസ്താവനകളെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. അടുത്തത് ഇംപെരേറ്റീവ്. നമ്മൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ. ഇംപെരേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപേക്ഷ, പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ പ്ലീസ് ഗീവ് മീ യുവർ ബുക്ക് എന്നൊക്കെ പറയുന്ന അപേക്ഷ. ആജ്ഞകൾ, ഓർഡർ അഥവാ കമാൻഡ്. ഷട്ട് ദ ഡോർ, ഗോ ടു യുവർ ക്ലാസ് റൂം, അങ്ങനെയൊക്കെയുള്ള കമാൻഡുകൾ അഥവാ ആജ്ഞകൾ. വിഷസ്, മേ ഗോഡ് ബ്ലസ് യു, ഹാപ്പി ബർത്ത്ഡേ ടു യു തുടങ്ങിയ ആശംസകൾ. പെർമിഷൻ, യു ക്യാൻ ഗോ, അത്തരത്തിലുള്ള പെർമിഷൻസ്. അതുപോലെ ആജ്ഞകൾ, അപേക്ഷകൾ, ആശംസകൾ തുടങ്ങിയവയൊക്കെ എന്താണ്? ഇംപെരേറ്റീവ് സെന്റൻസസ് ആണ്. ഓക്കെ, അപ്പോൾ PSC ചോദിക്കും മേ ഗോഡ് ബ്ലസ് യു, എന്ത് സെന്റൻസ് ആണ്? ആശംസയാണല്ലേ. മേ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞാൽ ആശംസയാണ്, ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇംപെരേറ്റീവ് സെന്റൻസസിൽ ഏതൊക്കെയാണ് വരുന്നത്? റിക്വസ്റ്റ്, വിഷ്, ഓർഡർ, പെർമിഷൻ, കമാൻഡ്. അടുത്ത നോക്കൂ, ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് WH ക്വസ്റ്റ്യൻസും ആവാം, യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആവാം. എന്താണ് ഈ WH ക്വസ്റ്റ്യൻസ്? വാട്ട്, വൈ, വേർ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെ. വേർ ആർ യു ഗോയിങ്, വാട്ട് ഈസ് യുവർ നെയിം തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലോ ക്യാൻ, മേ, ഡു, ഡിഡ്, ഡസ് തുടങ്ങിയവയൊക്കെ വെച്ച് ആരംഭിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മളിപ്പോ പറയുന്നത്. ഡു യു ലൈക്ക് ദിസ്? യെസ് ഐ ലൈക്ക് ദിസ് എന്ന് പറയില്ലേ. അപ്പൊ അത്തരത്തിലുള്ള യെസ് ഓർ നോ ചോദ്യങ്ങൾ, അതായത് യെസ് ഓർ നോ ചോദ്യങ്ങൾ, ഡു, ഡസ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഗ്രാമറിൽ പഠിക്കും. ഡു, ഡസ്, ഡിഡ്, ക്യാൻ, മേ, ഷുഡ്, അത്തരത്തിലുള്ള വിൽ അങ്ങനെയുള്ളതൊക്കെ വെച്ച് ആരംഭിക്കുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതെല്ലാം ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ്.
എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതം അഥവാ ആശ്ചര്യത്തെ കാണിക്കുന്ന സെന്റൻസ് അല്ലെ. അലാസ്, വാവ് എന്നൊക്കെ പറയുന്ന അവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ടായിരിക്കും. എക്സ്ക്ലമേറ്ററി സെന്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ടായിരിക്കും. പത്രത്തിലുള്ള സെന്റൻസുകളെയാണ് എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അത്ഭുതം അഥവാ ആശ്ചര്യം സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ 4 തരം പഠിച്ചല്ലോ. അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രസ്താവനകളാണ്. ഇംപെറേറ്റീവ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ്, വിഷ്, പെർമിഷൻ, ഓർഡർ തുടങ്ങിയ അവയൊക്കെയാണ് ഇംപെറേറ്റീവിൽ വരുന്നത്. ഇന്ററോഗേറ്റീവില് ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസ് ആവാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആവാം. 4ാമത്തത് എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ അത്ഭുതം അഥവാ ആശ്ചര്യത്തെ കാണിക്കുന്ന സെന്റൻസുകൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും എല്ലാം പറയും. ഓക്കെ, ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ 4 തരം സെന്റൻസുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ച സെന്റൻസസുമായി ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നമ്മൾ 4 ടൈപ്പ് സെന്റൻസസ് ഏതൊക്കെയാണ്? അസർട്ടീവ്, ഇംപെറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഈ 4 ടൈപ്പ് സെന്റൻസസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഐഡന്റിഫൈ ദ സെന്റൻസ് ലുക്ക് ബിഫോർ യു ലീപ്. ലുക്ക് ബിഫോർ യു ലീപ് എന്നതിൻ്റെ ഏത് തരം സെന്റൻസ് ആണ് എന്നാണ് ചോദ്യം. എ ഇന്ററോഗേറ്റീവ്, ബി ഇംപെറേറ്റീവ്, സി ഡിക്ലറേറ്റീവ്, ഡി എക്സ്ക്ലമേറ്ററി. ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ രൂപത്തിലാണ് അല്ലേ. ഇത് ക്വസ്റ്റ്യൻ ആണോ? അല്ല. ഇംപെറേറ്റീവ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരും? അഡ്വൈസ് വരും, ഉപദേശം വരും, വിഷസ് വരും, റിക്വസ്റ്റ് വരും, അതുപോലെ പെർമിഷൻസ് വരും, പിന്നെന്തൊക്കെ വരും? ആജ്ഞകൾ, കമാൻഡ്, ഓർഡർ ഒക്കെ വരും അല്ലേ. അപ്പം നോക്കൂ, ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയുന്നത് അല്ലേ, എന്താ പറയുക, ഇരിക്കും മുന്നേ ഇരുന്നിട്ടേ കാല് നീട്ടാവോ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഇതൊരു അഡ്വൈസ് ആണ്. അപ്പം എന്താണ്? ഇംപെറേറ്റീവ് സെന്റൻസ് ആണ് അഡ്വൈസ്, ഇംപെറേറ്റീവ് സെന്റൻസ്. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ വെറും പ്രസ്താവനകൾ അല്ലേ. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാലോ അത്ഭുതം, ആശ്ചര്യം ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയുന്നത് ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. ഇംപെറേറ്റീവ് സെന്റൻസിൽ റിക്വസ്റ്റ് വരും, വിഷസ് വരും, അഡ്വൈസസ് വരും, ഓർഡർ വരും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ഇനി പറയല്ലോ. ഓക്കെ, അടുത്ത നോക്കൂ. വിച്ച് ഈസ് ദ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ്. ദ പ്രിൻസിപ്പാൾ ഡെലിവേർഡ് എ ഗുഡ് സ്പീച്ച്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ എന്താണ്? ഡിക്ലറേറ്റീവ് അഥവാ അസർട്ടീവ് സെന്റൻസ് ആണ് അല്ലേ. ഓപ്ഷൻ ബി നോക്കൂ. പ്ലീസ് ഓപ്പൺ ദ ഡോർ, റിക്വസ്റ്റ് ആണ്, ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. ഓപ്ഷൻ സി വൈ ഡു യു ആസ്ക് മീ ടു ഗോ ദർ, ക്വസ്റ്റ്യൻ ആണ്. നീ എന്തിനാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് അല്ലേ. വൈ ഡു യു ആസ്ക് മീ ടു ഗോ ദർ ക്വസ്റ്റ്യൻ ആണ്, WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഓപ്ഷൻ ഡി യോ ഹൗ ഫന്റാസ്റ്റിക് ദ സീൻ വാസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടില്ലേ? ഹൗ ഫന്റാസ്റ്റിക് ദ സീൻ വാസ്, എക്സ്ക്ലമേറ്ററി. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഇന്ററോഗേറ്റീവ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. വൈ ഡു യു ആസ്ക് മീ ടു ഗോ ദർ. അടുത്തത്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. ദിസ് ഈസ് എ ഡാഷ് സെന്റൻസ്. കണ്ടാൽ തന്നെ മനസ്സിലാവും, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ, അത്ഭുതത്തോടെ പറയല്ലേ, എന്ത് ഭംഗിയുള്ള സീൻ. എന്ത് ടൈപ്പ് സെന്റൻസ് ആണിത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓപ്ഷൻ സി എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഇംപെറേറ്റീവ് സെന്റൻസ്. തന്നിരിക്കുന്നതിൽ ഇംപെറേറ്റീവ് സെന്റൻസ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ മനസ്സിലേക്ക് ഇംപെറേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകതകളൊക്കെ വരണം. എന്താണ്? റിക്വസ്റ്റ് ആവാം, വിഷസ് ആവാം, ഓർഡർ ആവാം, അതുപോലെ അഡ്വൈസ് ആകാം, പെർമിഷൻ ആവാം. ഹി ഹാസ് ഓപ്പൺ ദ ഡോർ. ഹി ഹാസ് ഓപ്പൺ ദ ഡോർ. അവൻ വാതിൽ തുറന്നു. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒന്നാമത്തേതാണ് ഓപ്ഷൻ എ, ഡിക്ലറേറ്റീവ് ആണ്. രണ്ടാമത്തേത് ഹാവ് യു ഓപ്പൺ ദ ഡോർ, ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു ഓപ്പൺ ദ ഡോർ, യെസ്. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഇന്ററോഗേറ്റീവ് ആണ്. മൂന്നാമത്തത് ഹൗ നോയ്സി ഹി ഓപ്പൺസ് ദ ഡോർ, എക്സ്ക്ലമേറ്ററി. എന്തൊരു ഒച്ചയിലാണ് വാതിൽ തുറന്നത്. ഹൗ നോയ്സി ഹി ഓപ്പൺസ് ദ ഡോർ, അത് എക്സ്ക്ലമേറ്ററി ആണ്. നാലാമത്തത് ഓപ്പൺ ദ ഡോർ, ഒരാജ്ഞയാണ് അല്ലേ. ഓപ്പൺ ദ ഡോർ എന്താണ്? ഇംപെറേറ്റീവ് ആണ്. ആജ്ഞകൾ ഏതിലാണ്? ഇംപെറേറ്റീവ്. സോ തന്നിരിക്കുന്നതിൽ ഇംപെറേറ്റീവ് ഏതാണ്? ഓപ്ഷൻ ഡി ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. The moon shines at night. Which type of sentence? The moon shines at night. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്, സൺ ഷൈൻസ് അറ്റ് ഡേ ടൈം, എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഹീ ഈസ് എ ഗുഡ് ബോയ്, ഹീ ഈസ് എ ഗുഡ് സിംഗർ എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രസ്താവനകൾക്ക് പറയുന്നതാണ്
അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇതിലേതാണ് അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ്? ഓപ്ഷൻ സി. സോ സാധാരണ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് എന്നാണ് പറയുക. ഇവിടെ അസർട്ടീവ് എന്നാണ് തന്നത്, ഓപ്ഷൻ സി. അടുത്ത നോക്കൂ, ഹൗ ഫാസ്റ്റ് ഹി സ്പീക്സ്, ചേഞ്ച് ദിസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇൻ ടു അസർട്ടീവ്. ഈ തന്നിരിക്കുന്നത് ഹൗ ഫാസ്റ്റ് ഹി സ്പീക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ ഉണ്ട്. എന്ത് വേഗത്തിലാണ് സംസാരിക്കുന്നത്. ഇതിനെ നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റണം. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കുത്തിരുന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാൻ നോക്കണ്ട, ഓപ്ഷൻസ് നോക്കിയാൽ മതി. ഹൗ ഫാസ്റ്റ് ഹി സ്പീക്സ്, ഓപ്ഷനിൽ ഹി സ്പീക്സ് ഫാസ്റ്റ്, അവൻ വേഗത്തിൽ സംസാരിക്കും. അത് ശരിയാണോ? അതോ ഹീ സ്പോക്ക് വെരി ഫാസ്റ്റ്. ഈ ഹീ സ്പോക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റേണ്ട ഒരാവശ്യമില്ല. ഹീ സ്പീക്സ് വെരി ഫാസ്റ്റ് അല്ലേ, ഭയങ്കര വേഗതയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊരു വേഗത്തിലാണോ പോകുന്നത്, അത് ഭയങ്കര വേഗതയായിരിക്കും അല്ലേ, വെറുതെ പോകുന്നതല്ല. അപ്പോൾ ഹീ സ്പീക്സ് ഫാസ്റ്റ് ആണോ ഹീ സ്പീക്സ് വെരി ഫാസ്റ്റ് ആണോ ശരിയാവുക? ഹീ സ്പീക്സ് വെരി ഫാസ്റ്റ്. ഹി ഹാസ് സ്പോക്കൺ വെരി ഫാസ്റ്റ്. ഇങ്ങനെ ഓവർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഹൗ ഫാസ്റ്റ് ഹി സ്പീക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പം ഹി സ്പീക്സ് വെരി ഫാസ്റ്റ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. ഹെൽപ്പ് മീ ടു ഡു ദിസ്, വിച്ച് ടൈപ്പ് ഓഫ് സെന്റൻസ്? ഹെൽപ്പ് മീ ടു ഡു ദിസ് റിക്വസ്റ്റ് ആണ്. അസർട്ടീവ് ആണോ, ഡിക്ലറേറ്റീവ് ആണോ, ഇംപെരേറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ? റിക്വസ്റ്റ്, ഇംപെരേറ്റീവ്. ഹെൽപ്പ് മീ ടു ഡു ദിസ് എന്താണ്? ഓപ്ഷൻ സി, ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ഓപ്ഷൻ സി, ഇംപെരേറ്റീവ്. അടുത്ത് നോക്കൂ, ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഷീ ഈസ് വെരി ഹാപ്പി ദർ, അവൾ അവിടെ വളരെ സന്തുഷ്ടയാണ്. അതിനെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആക്കി മാറ്റണം. ഷീ ഈസ് വെരി ഹാപ്പി ദർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു അസർട്ടീവ് സെന്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് മാറ്റണം. ഓപ്ഷൻസ് നോക്കി ചെയ്താൽ മതി. ഹൗ ഹാപ്പി ഷീ ഈസ് ഹിയർ. ഹിയർ എന്നൊക്കെ ആക്കേണ്ട ആവശ്യമുണ്ടോ? ദർ എന്നാണെങ്കിൽ ദർ തന്നെ. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചോ അങ്ങനത്തെ ഒന്നിലേക്കും അല്ല മാറ്റുന്നത്. തന്നിരിക്കുന്ന ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ പലരും പല രീതിയിലല്ലേ ഓരോ കാര്യത്തെക്കുറിച്ച് പറയുക. അപ്പം അങ്ങനെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷീ ഈസ് വെരി ഹാപ്പി ദർ. ഹൗ ഹാപ്പി ഷീ ഈസ് ഹിയർ, അവൾ അവിടെ സന്തോഷവതിയാണ് എന്നുള്ളതിന് എന്തൊരു സന്തോഷമാണ് ഇവിടെ എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? ഇല്ല. വാട്ട് ഹാപ്പി ഷീ ഈസ് ഹിയർ, വാട്ട് അവിടെ നമ്മൾ പറയില്ല അല്ലേ. ഇങ്ങനത്തെ സംഭവം ഹാപ്പി എന്താ പറയുക, ഷീ ഈസ് വെരി ഹാപ്പി ദർ എന്നൊക്കെ പറയുമ്പം ഹൗ എന്ന് തന്നെയാണ് വരിക. ഹൗ ഹാപ്പി ഷീ ഈസ് ദർ, വളരെ ശരിയാണ്. ഹൗ ഹാപ്പി ഷീ ഈസ് ദർ, അവൾ എന്തുമാത്രം സന്തോഷം ഉള്ളവളാണ് അല്ലേ അവിടെ. ഹൗ ഹാപ്പി ഷീ ഈസ് ദർ. ഓപ്ഷൻ സി. വാട്ട് ഹാപ്പി ഷീ ഈസ് ദർ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഹൗ ഹാപ്പി ഷീ ഈസ് ദർ. ഓപ്ഷൻ സി. അടുത്തത്, യു ആർ വെരി ക്രൂവൽ, ചേഞ്ച് ഇൻ ടു എക്സ്ക്ലമേറ്ററി സെന്റൻസ്. നീ വളരെ ദുഷ്ടനാണ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ആണ്, അസർട്ടീവ് സെന്റൻസ് ആണ്. അതിനെ നമ്മൾ വീണ്ടും എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് മാറ്റണം. ഓ യു ആർ സോ ക്രൂവൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഓ യു ആർ സോ ക്രൂവൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഓ ഹൗ ക്രൂവൽ യു ആർ, ഏറ്റവും ശരിയാണ് ചോദിക്കുന്നത്. ഓ ഹൗ ക്രൂവൽ ആർ യു, ആർ യു എന്നൊന്നും ആക്കണ്ട, യു ആർ എന്നുള്ള യു ആർ തന്നെ മതി. ഓ വാട്ട് ക്രൂവൽ യു ആർ അതും വേണ്ട. ഓ ഹൗ ക്രൂവൽ യു ആർ, എന്തുമാത്രം ദുഷ്ടനാണ്. ഹൗ ക്രൂവൽ യു ആർ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അടുത്തത്, നോബഡി ലൈക്സ് എ ഡിസോണസ്റ്റ് മാൻ, ചേഞ്ച് ഇൻ ടു അഫർമേറ്റീവ് സെന്റൻസ്. അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് എന്നാണ് അർത്ഥം. ഒന്ന് ശ്രദ്ധിക്കണേ, ഡിക്ലറേറ്റീവ് സെന്റൻസിനെ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് നെഗറ്റീവ് സെന്റൻസ്, ഇതുപോലെ നോബഡി, നോ വൺ, നോ, ഹി ഡസ് നോട്ട് ലൈക്ക്, നോട്ട്, നോ എന്നൊക്കെ വരുന്ന വാക്കുകൾ വരുന്ന സെന്റൻസ് ആണ് നെഗറ്റീവ് സെന്റൻസസ്. അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ ഈ വാചകത്തിന്റെ നോബഡി ലൈക്സ് എ ഡിസോണസ്റ്റ് മാൻ, സത്യസന്ധനല്ലാത്ത ഒരാളെ ആർക്കും ഇഷ്ടമല്ല അല്ല എന്ന് വന്നു. അപ്പൊ അതെന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താക്കണം? പോസിറ്റീവ് സെന്റൻസ് ആക്കണം എന്ന് കരുതി ഇതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആക്കാൻ പാടില്ല. ഇതേ അർത്ഥം വരുന്ന രീതിയിൽ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആക്കണം. അപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ സത്യസന്ധനല്ലാത്ത ഒരാളെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് അല്ല ഒഴിവാക്കി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സത്യസന്ധനല്ലാത്ത ഒരാളെ എല്ലാവർക്കും വെറുപ്പാണ്. അതൊരു പോസിറ്റീവ് സെന്റൻസ് അല്ലേ. വെറുപ്പാണ്, വെറുപ്പല്ല. അല്ല എന്ന് വരുന്നതാണ് നെഗറ്റീവ്, ആണ് എന്ന് വരുന്നത് പോസിറ്റീവ് ആണ്. സോ അതുപോലെ നോബഡി ലൈക്സ് എ ഡിസോണസ്റ്റ് മാൻ, ഇതിന്റെ അർത്ഥം മാറാതെ ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആക്കണം.
നോബഡി നോട്ട് ലൈക്സ് എ ഡിസോണസ്റ്റ് മാൻ. അങ്ങനെ പറയേണ്ട, അർത്ഥം മാറിപ്പോയില്ലേ, ഇതിൻ്റെ അർത്ഥം മാറി. നോബഡി ഹെയ്റ്റ്സ് എ ഡിസോണസ്റ്റ് മാൻ, അങ്ങനെയാണോ വേണ്ടത്? നോബഡി ഹെയ്റ്റ്സ്, ആരും വെറുക്കുന്നില്ല എന്നല്ല അല്ലെ, എല്ലാവരും വെറുക്കുന്നു എന്നാണ് വേണ്ടത്. അടുത്തത് എവരിബഡി ഹെയ്റ്റ്സ് എ ഡിസോണസ്റ്റ് മാൻ, ശരിയല്ലേ? നോബഡി ലൈക്സ് എ ഡിസോണസ്റ്റ് മാൻ, ആരും ഇഷ്ടപ്പെടുന്നില്ല ഒരു ഡിസോണസ്റ്റ് മാനെ. എവരിബഡി ഹെയ്റ്റ്സ് എ ഡിസോണസ്റ്റ് മാൻ, എല്ലാവരും വെറുക്കുന്നു, ആരും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എല്ലാവരും വെറുക്കുന്നു. സോ ഏതാണ്? എവരിബഡി ഹെയ്റ്റ്സ് എ ഡിസോണസ്റ്റ് മാൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി എവരിബഡി ലൈക്സ് എ ഡിസോണസ്റ്റ് അല്ല, ഓപ്ഷൻ സി എവരിബഡി ഹെയ്റ്റ്സ് എ ഡിസോണസ്റ്റ് മാൻ എന്നതാണ് കറക്റ്റ്. അടുത്ത നോക്കൂ, ഓപ്ഷൻ സി. ഇറ്റ് ഈസ് നോ യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്. അതായത് എന്താ പറയുക, ചത്ത പശുവിൻ്റെ ജാതകം നോക്കണ്ട എന്നൊക്കെ പറയുന്ന പോലെ ചേഞ്ച് ദിസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഇൻ ടു ഇൻ്ററോഗേറ്റീവ്. അതായത് ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് നോ യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെ നമ്മൾ ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യനിലേക്ക് മാറ്റണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയാണ്, ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. ക്വസ്റ്റ്യൻ ആയിട്ടോ, ചത്ത കുട്ടീൻ്റെ ജാതകം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ? അതേ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ആക്കാം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നില്ലേ? ഇറ്റ് ഈസ് യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് നമ്മൾ ചോദിക്കില്ല. ഈസ് ഇറ്റ് എനി യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്, ശരിയാണ് അല്ലേ? ഈസ് ഇറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇറ്റ് എനി യൂസ് ഇൻ, എന്തെങ്കിലും പ്രയോജനമുണ്ടോ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്. നോ യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്, ഇത് നമ്മൾ വാട്സപ്പിലൊക്കെ അയക്കുന്ന ഇംഗ്ലീഷ് പോലെ ഉണ്ട് അല്ലേ? നോ യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്, അങ്ങനെ ഗ്രാമറിലി അത് ശരിയല്ല. എനി യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്, എനി യൂസ് മാത്രമല്ല, നമ്മൾ ഈ സെൻറ്റൻസിലുള്ള കാര്യങ്ങളൊന്നും കളയാൻ പാടില്ല. ഇറ്റ് ഈസ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാ ശരി? ഈസ് ഇറ്റ് എനി യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്, ഇതാണ് ഏറ്റവും ശരിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ ബി, ഈസ് ഇറ്റ് എനി യൂസ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി ചോദിക്കുകയാണെങ്കിലും ഈ 4 ടൈപ്പ് സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ട് ഇതേ ടൈപ്പ് വേറെ ചോദ്യങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സെൻറ്റൻസസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് പഠിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.